Hi everyone, welcome to yet another episode of Travel Mug. നമ്മളിന്ന് പൂമ്പാറ കിണ്ണക്കോര ക്ലാവർ ആ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് പൈൻ വാലി വന്നിട്ട് പൈൻ വാലി റൂട്ടിൽ നിന്ന് ഫോറസ്റ്റ് റൂട്ടിൽ ഡൈവേഴ്ഷൻ എടുത്തോട്ടോ അങ്ങോട്ട് പോകുന്നത്. ഇന്നും പക്ഷേ നല്ല റഷ് ഉണ്ട് അല്ലടാ. വീക്ക് ഡേ ആയിട്ടും ഇന്ന് ഫുള്ള് കേൽ വണ്ടിയും നല്ല തിരക്കുണ്ട് ഇവിടെ. ഓണത്തിന് അവധിയെ കിട്ടിയപ്പോഴത്തേക്ക് വന്നവരായിരിക്കും. എന്തായാലും ഇന്ന് ആ റൂട്ടിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഈ ബോർഡിൽ നോക്കുമ്പോഴത്തേക്ക് കാണാം പൂമ്പാറ ഇവിടുന്ന് 9 കിലോമീറ്റർ, കൂക്കൽ ഇവിടുന്ന് 22 കിലോമീറ്റർ, പിന്നെ തമിഴിൽ ഏതോ ഒരു സ്ഥലമുണ്ട് അതും 22 കിലോമീറ്റർ, അത് കഴിഞ്ഞിട്ട് ക്ലാവരി അതിന് 34 കിലോമീറ്റർ. ഏറ്റവും ലാസ്റ്റ് പുണ്ടിയാണെന്ന് തോന്നുന്നു. പുണ്ടി അവിടെയും കൂടെ പോകാം. അപ്പം ഈ ഇത്രയും സംഭവം ബോർഡ് കണ്ടു, റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം. നമ്മൾ ക്ലാവരയ്ക്ക് പോകുന്ന റൂട്ടിൽ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ പളനിമലയുടെ വ്യൂ പോയിന്റ് കേട്ടോ. പളനിമല വ്യൂ പോയിന്റ്, മജസ്റ്റിക് വ്യൂ പോയിന്റ് ഇതിന്റെ പേര്. ഇവിടെ നിന്ന് പളനിമല കാണാൻ തോന്നുന്നു. നല്ല റെസ്റ്റ് ഉണ്ട് കേട്ടോ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നോക്കാനുള്ള സൗകര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കണം. എന്തായാലും തിരക്കുണ്ട് റോഡിൽ. ഇന്ന് വീക്ക് ഡേ ആണ്, എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നിപ്പം മെയിൻ കൊടൈക്കനാൽ ടൗൺ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസിനെക്കാട്ടിലും ആൾക്കാർ ഇതുപോലെ പൂമ്പാറ, കിണ്ണക്കോര, ക്ലാവർ അങ്ങനെയുള്ള റോഡിലോട്ടാണ് ഇവിടെ ഇപ്പോൾ കൂടുതലും പോകുന്നത്. പൂണ്ടി ഇവിടുന്ന് 23 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് എന്തായാലും പൂണ്ടിയും വിസിറ്റ് ചെയ്യണം. തിരക്ക് നോക്കിയ റോഡില് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നല്ല, ഇന്നലെ പോയി സ്റ്റേ ചെയ്തിട്ട് വരുന്ന വണ്ടികളാണ് കേട്ടോ. പളനിമല വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ നിന്നാൽ പളനിമല കാണാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലേത് മലയാണ് പളനി എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ അങ്ങോട്ട് സൂം ചെയ്യുമ്പോൾ ഇതാ അങ്ങ് ബാക്കിലൊക്കെ സിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം. ഇതിലേത് മലയാണ് പളനിമല എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് നല്ല വാസ്റ്റായിട്ട് തമിഴ്നാട് കാണാം കേട്ടോ. നല്ല റഷുണ്ട് ഇവിടെ. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും സൗകര്യമൊന്നുമില്ലതേ. ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആവുന്നുണ്ട്. ഒരു ചെറിയ റോഡും ചെറിയ വളവും കാര്യങ്ങളുമാണ്. അതിനേക്കാളും പാർക്കിംഗ് ഇല്ലാത്തൊരു വലിയ പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. നമ്മളിതേ മുമ്പോട്ടോടി ആ വ്യൂ പോയിന്റിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ സ്റ്റീപ്പ് വാലിയാ, ബാരിക്കേഡ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നല്ല വിശാലമായിട്ട് നേരത്തെ കണ്ട വ്യൂ പോയിന്റിന്റെ വേറൊരു വ്യൂ കേട്ടോ. ഇപ്പം നമ്മൾ മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡിലെല്ലാം നല്ല തിരക്കും നല്ല ബ്ലോക്കും ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഓടിച്ചെല്ലാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പം ഈ താഴെ കാണുന്ന ആ ഒരു വില്ലേജ് ആണ് കേട്ടോ, പൂമ്പാറ വില്ലേജ്. ഈ ഒരു സെറ്റിൽമെന്റ് കാണുന്നതാണ് പൂമ്പാറ വില്ലേജ്. ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് തട്ടായിട്ട് മല ചെത്തിയിട്ട് അവിടെ എല്ലാം വീടിന്റെ സെറ്റിൽമെന്റ്സ് കാര്യങ്ങൾ, ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ആ ഗ്രാമത്തിൽ. കൂടുതലും നീല കളർ അടിച്ചേക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നല്ല എടുത്തറിയാൻ പറ്റുന്നുണ്ട്. കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പരന്ന കൃഷി സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ തട്ടായിട്ട് ചെത്തി മല തന്നെയാണ് കേട്ടോ, ചെത്തി നിരപ്പാക്കി ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വില്ലേജിലോട്ട് എൻ്റർ ആയി കേട്ടോ. നമ്മുടെ മേളിൽ നിന്ന് ആ സ്ട്രൈറ്റ് പോകുന്ന റോഡിൽ 1.5 കിലോമീറ്റേഴ്സ് റൈറ്റ് ഡീവിയേഷൻ എടുത്ത ഗ്രാമത്തിലോട്ട് വരുന്നത്. നമ്മളിത് ഇപ്പോൾ ഗ്രാമത്തിനകത്തോട്ട് എൻ്റർ ആയിട്ടുണ്ട്.
നമ്മളിപ്പോ വില്ലേജിനകത്താണ് ഉള്ളത്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂമ്പാറ മുരുകൻ ടെമ്പിൾ ആണ് ഇതിനകത്ത് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുന്നത്, ഈ ഒരു വില്ലേജിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു അമ്പലമാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഈ ഗ്രാമം മുഴുവനായിട്ട് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ വില്ലേജിലുള്ള റോഡിൽ കൂടെ ആട്ടോ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഫുള്ള് ബ്ലോക്കാണ് താപ്പോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ വില്ലേജിനകത്തും. കൊച്ചു റോഡുകളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും വെളിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഒരുപാട് വന്നേക്കുന്നുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. തിരക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലുള്ള സ്ഥലം ഇതില്ല. കൊച്ചു ഗ്രാമം കേട്ടോ. ആപ്പാടെ നടക്കിറങ്ങുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഒരു അമ്പലത്തിന്റെ സൈഡിലുള്ള ഈ ഒരു പാർക്കിംഗ് സ്പോട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഓൾറെഡി ഫില്ലാണ്. നമ്മൾ കുറച്ച് മുമ്പോട്ട് വേറെ റോഡിലോട്ട് കയറിയപ്പോഴത്തേക്ക് അങ്ങോട്ട് റോഡില്ല, അതവിടെ തീരും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് വെളുത്തുള്ളി. വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അത് വെളുത്തുള്ളി വേരോടെയും ചെടിയോടെയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അത് വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന ഒരു മുരുകൻ ടെമ്പിളാണ് ഇതിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ഈ ഗ്രാമത്തിന്റെ. അപ്പൊ ഇറങ്ങി വരുന്നവർ കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഒരു ചെറിയ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ ഒരു റഷും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് വെളുത്തുള്ളി ഇവിടെ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ഒരു വെളുത്തുള്ളിയുടെ മണം കേടാ. നമ്മളിപ്പോൾ പൂമ്പാറ വില്ലേജിന്റെ കറക്റ്റ് സെൻട്രൽ പോർഷനിലാണോ നിൽക്കുന്നത്. നമ്മളെ വണ്ടി ഈ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ അമ്പലമാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ. അമ്പലത്തിൻ്റെ കൂടെ തന്നെ അത് അവിടെ ആയിട്ട് മേളിലൊരു മോസ്ക് കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതാ ചുറ്റും ആ മലകളുടെ നടുക്കായിട്ടാണ് ഈ ഗ്രാമം എന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നല്ല വെയിലുണ്ട്. ഇപ്പം വെയിലുണ്ടെങ്കിലും ഒരു ചെറിയ തണുപ്പുണ്ട് അല്ലേ. ഈ ഗ്രാമത്തിന്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ വന്ന റോഡുകൾ അതാ കേട്ടോ. നമുക്കിനി അങ്ങോട്ട് തന്നെയാണ് മുമ്പോട്ട് പോകാനുള്ളത്. ഈ സെൻട്രൽ പോർഷനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ചുറ്റിനുള്ള ഈ ഗ്രാമത്തിന്റെ മലകൾ, അതിന്റെ ചുറ്റിനും വരുന്ന മലകളെല്ലാം ഇതുപോലെ ഇങ്ങനെ വെട്ടി തട്ടായിട്ട് വെട്ടി നിരത്തി അവിടെ ഫുള്ള് കൃഷിയും കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളി കൃഷിയാണ് ഇവിടുത്തെ മെയിൻ. നമ്മളിനി അങ്ങോട്ട് പോകുന്ന ഗ്രാമങ്ങളിൽ അത് തന്നെയാണ്. വെളുത്തുള്ളി കൃഷിയാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. നല്ല ഫ്രഷ് വെളുത്തുള്ളി ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മാർക്കറ്റ് ഉണ്ട്. വരുന്നവരെല്ലാം ഇത് വാങ്ങിക്കുന്നുണ്ട് സാധനങ്ങൾ. നമ്മളങ്ങനെ പൂമ്പാറ വില്ലേജിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പൂമ്പാറ വില്ലേജ് പറ്റുന്ന പോലെ എന്നൊക്കെ ഇറങ്ങിയിട്ട് പൂമ്പാറ വില്ലേജിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നമ്മൾ ഈ റോഡ് സ്ട്രെയിറ്റ് പോകുന്നത് പൂണ്ടി ക്ലാവര കിണ്ണക്കോർ ആ റോഡിലാണ് കേട്ടോ. നമ്മൾ ഈ സ്ട്രെയിറ്റ് പോകുന്നത് മന്നമന്നൂർ പൂണ്ടി ക്ലാവര ആ റോഡിലാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റ് കട്ട് ചെയ്ത് വരുമ്പോൾ കൂക്കാനും കയറാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറി നോക്കാം. കൊടൈക്കനാലിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ കത്തി നശിച്ച ഏരിയ കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പാസ് ചെയ്ത് വന്നൊരു 1-2 കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ മരങ്ങളെല്ലാം കത്തിക്കരിഞ്ഞത്. ആ മലയും എല്ലാം കരിഞ്ഞ് അതിൻ്റെ ആ കാട്ടുതീയുടെ ബാക്കി പത്രം ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവർ ആവുന്നുണ്ട്. മരങ്ങളിലൊക്കെ പച്ചപ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു ഏരിയ അവിടെ നിന്ന് ഇങ്ങനെ താപ്പോട്ട് ഒരു 1-2 കിലോമീറ്റർ ബാക്കിൽ ഫുൾ ഇങ്ങനെ കത്തി നശിക്കും കേട്ടോ. അങ്ങോട്ടും എല്ലാം നമുക്ക് കാണാം. ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ കത്തി നശിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇവിടെയൊക്കെ പച്ചപ്പൊന്നുണ്ട്. അവിടെ മേളിലൊരു ആ കാണുന്ന മലയൊക്കെ ഫുള്ള്
കത്തി ചാമ്പലായി നാശമായി നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആ മലയൊക്കെ കണ്ടോ, അതെല്ലാം ഫുള്ള് കത്തി നാശമായിട്ട്. ഇവിടെ നോക്കി എത്ര മലകൾ, അത് അങ്ങോട്ടും എല്ലാം നോക്കുമ്പോൾ കാണാൻ കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലം കത്തി നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പിലോട്ട് വന്നിട്ട് റോഡ് സൈഡിൽ ഒന്ന് വണ്ടി ഒതുക്കിയതാ കേട്ടോ. ഇവിടെയൊക്കെ നോക്കി മരങ്ങൾ കത്തിക്കരിഞ്ഞതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടോ, ഫുള്ള് കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ട്. നമ്മളിപ്പോൾ ബാക്കിൽ വെച്ച് 2 ഫോറസ്റ്റ് ഓഫീസേഴ്സിനോട് സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് ക്യാമറയുടെ മുമ്പിൽ വന്നുകൂടാ, അതുകൊണ്ട് അവർ നമ്മളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ കേരള മക്കളോട് പറയണമെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ആക്ച്വലി ശരിക്കും ഇവിടെ ഈ തീപിടുത്തം നടന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇലക്ട്രിസിറ്റി ലൈൻ തമ്മിൽ കൂട്ടിമുട്ടി സ്പാർക്കായിട്ട് അതുവഴി കത്തിയതാണ്. അതുവഴി കത്തി. അതുപോലെ തന്നെ അവർ പറയുന്നത് സിഗരറ്റ് വലിച്ചിട്ടെടുത്തത് വഴിയും കാട്ടുതീ വരുന്നുണ്ടെന്നാണ്. സിഗരറ്റിൻ്റെ സ്പോഞ്ചില്ലേ, അത് വലിച്ചിട്ട് നിലത്തിട്ട് കഴിയുമ്പം അത് 3 മാസത്തോളം അങ്ങനെ നടന്നിട്ട് അതിനകത്ത് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നോ. പിന്നെ ഈ സ്പോഞ്ച് കിടക്കുന്നത് വെയിലടിച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്ക് പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുമല്ലേ, അങ്ങനെ സ്പാർക്കാവുന്നും. അപ്പോൾ കേരള മക്കളോട് നിങ്ങൾ പറയണം, അങ്ങനെയൊന്നും ചെയ്യരുത്, വലിച്ചിട്ടെടുത്തത്. ഇവിടെ നിങ്ങളുടെ ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർ ആണും പെണ്ണും എല്ലാം സിഗരറ്റ് വലി തന്നെയാണ്. അതുപോലെ തന്നെ ട്രസ്പാസിങ്, വനത്തിനകത്തോട്ടൊക്കെ അനുമതിയില്ലാതെ കയറി പോകുന്നത്, മഷ്റൂം തപ്പി മാജിക് മഷ്റൂം തിരക്കി കാട്ടിനകത്തോട്ട് കയറി പോകുന്നത്, അങ്ങനെയൊക്കെ പോകുന്ന വഴിക്ക് സ്മോക്ക് ചെയ്തിട്ട് ഇടുന്നത്, ഇതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു കേട്ടോ അവർ. അപ്പോൾ അവർ പറയുന്നൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പൂമ്പാറ കഴിഞ്ഞ് ഏകദേശം പൂമ്പാറയ്ക്കിപ്പുറം തൊട്ട് മന്നവന്നൂർ വരെ 10 കിലോമീറ്ററോളം കാട് കത്തിപ്പോയി കേട്ടോ. വരുന്ന വഴിക്കെല്ലാം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ കാഴ്ച. മേലെയും താഴെയായിട്ട് ഏകദേശം 10 കിലോമീറ്ററോളം കാട് കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ കെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഈ ഒരു 3 മീറ്റർ വീതിയിൽ, ഇത് കത്തി വരുന്നതിൻ്റെ ഒരു 3 മീറ്റർ വീതിയിൽ ഫുള്ള് ക്ലിയർ ചെയ്യും. ബുഷസും എല്ലാം ക്ലിയർ ചെയ്ത് അതിനെന്തോ ഒരു പറഞ്ഞായിരുന്നു, ഫുഡ് പാത്ത് അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിനാൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇവർ ചെയ്യുന്ന വഴി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ചെയ്ത് ഇപ്പുറത്തോട്ട് സ്പാർക്ക് ആവാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ കൗണ്ടർ ഫയർ, ഇവിടുന്ന് അങ്ങോട്ട് എന്തോ ഫയർ കൊടുക്കും, ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് കൊടുക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും ഇതൊരു വലിയ ഡിസാസ്റ്റർ ആയിക്കോട്ടോ. അവർ പറയുന്നത് വലിയ മനുഷ്യർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മനുഷ്യർക്കൊന്നും ആപത്തൊന്നും ഉണ്ടായിട്ടില്ല. വലിയ മൃഗങ്ങൾ, ഓടിപ്പോകുന്ന മൃഗങ്ങൾക്കൊന്നും കുഴപ്പമില്ല. കൊച്ചു കൊച്ചു മൃഗങ്ങളൊക്കെ അവരൊക്കെ ശരിക്ക് എന്താ പറയുന്നത് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും ഓടി രക്ഷപ്പെടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. 10 കിലോമീറ്ററൊക്കെ നിന്ന് കത്തുക എന്ന് പറയുമ്പോൾ അല്ലടാ, പിന്നെ കഷ്ടം തന്നെയല്ലേ. പിന്നെ നമുക്ക് എന്തായാലും മുമ്പോട്ട് നീങ്ങി നോക്കാം. നമ്മൾ പന്നമന്നൂർ എത്തുന്നവരെ 10 കിലോമീറ്ററോളം ഇങ്ങനെ കാട് കത്തിപ്പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് മുമ്പോട്ട് തന്നെ നീങ്ങാം. മന്നവന്നൂർ ലേക്കിനടുത്താണ് കേട്ടോ. ആ സൈഡ് അവിടെയാണ് എക്കോ ടൂറിസം സൈറ്റ് വരുന്നത്, അവിടെ ലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഇവിടുന്ന് നമ്മൾ വില്ലേജ് പാസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്നു. നമ്മളെന്തായാലും ലേക്കിൽ കയറുന്നില്ല കേട്ടോ, ഇപ്പൊ തന്നെ സമയം ഉച്ചയായി. നമുക്ക് മാക്സിമം സമയം കൊണ്ട് ക്ലാവര പൂണ്ടി അവിടെയെല്ലാം മൂടി പിടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഷീപ്പ് ഗോഡ് ഫാമിൽ കയറണം. അത് വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. 5 മണിക്ക് മുമ്പ് നമുക്ക് അവിടെ കയറി അതുകൂടെ ഒന്ന് കണ്ടിട്ട് ഇവിടുന്ന് താപ്പോട്ടിറങ്ങാം. വണ്ടിക്ക് ഒരുത്തം വട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ, അവൻ മാറുന്നില്ല, അവൻ വിഷയമാണെന്ന് തോന്നുന്നു. പിന്നെ മരടാ ഇപ്പൊ പൂണ്ടി പോകുന്ന റൂട്ടില് കവുഞ്ഞി എന്ന് പറയുന്ന വില്ലേജിലാട്ടോ നമ്മള്. അവിടെ അങ്ങ് കാണുന്നതായിരിക്കും ഓരോ ക്ലാവറൊക്കെ. അവിടെ കുറെ സെറ്റിൽമെന്റ്സ് കാണുന്നുണ്ട്. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ കൂടുതല്.
ഗൈസ് ഇപ്പോൾ ഈ കാണുന്ന കേട്ടോ കവിഞ്ഞി എന്ന് പറയുന്ന വില്ലേജ്. ഇതാണ് കവിഞ്ഞി സെറ്റിൽമെന്റ്. നമ്മൾ ഈ ഒരു വില്ലേജ് അവിടെ മേളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. ആ റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് പൂണ്ടിക്ക് ഈ റോഡ് തന്നെ സ്ട്രെയിറ്റ് 1 കിലോമീറ്റർ, ക്ലാവര അവിടെ നിന്ന് 8 കിലോമീറ്റർ കൂടി. പൂണ്ടി റീച്ച് ആയി കേട്ടോ. പൂണ്ടിയിലോട്ട് എൻ്റർ ആവാൻ പോകണേ. കഴിച്ച് നമ്മളിപ്പോൾ പൂണ്ടി വില്ലേജിലോട്ട് എൻ്റർ ആയി കേട്ടോ. അതാ ഈ കാണുന്ന ഇവിടാണ് പൂണ്ടി വില്ലേജ്. അതാ കാണുന്നത് പോളൂർ എന്ന് പറയുന്ന വില്ലേജ് കേട്ടോ. അതിന് മേലെ കാണുന്നതാണ് ക്ലാവര, ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ. ഇവിടെ നാട്ടാമ്പട്ടി എന്ന് പറയുന്നൊരു വില്ലേജ് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പൂണ്ടിയിലോട്ട് ജസ്റ്റ് എൻ്റർ ആയിട്ടേ ഉള്ളൂ. ഈ വില്ലേജിലൂടെ കഴിഞ്ഞാൽ 2 വില്ലേജ് 3 വില്ലേജ് 2 വില്ലേജ് കഴിയുമ്പോൾ ലാസ്റ്റ് ക്ലാവര വില്ലേജ്, അപ്പോൾ 3ാമത്തെ വില്ലേജ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് പോകുമ്പോഴത്തേക്ക് കേരള ബോർഡർ ആട്ടോ. കേരള ബോർഡർ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷെ വണ്ടിയൊന്നും പോകത്തില്ല കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വട്ടവട, മറയൂർ, അങ്ങനെ കേരളത്തിലോട്ട് എൻ്റർ ആവട്ടോ. പൂണ്ടിയിലെ ഒരു കൃഷി സ്ഥലത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നോക്കുമ്പോൾ ഒരു അമ്പലം കാണാമേ. അമ്പലം അതിനോട് ചേർന്നൊരു വെള്ളക്കെട്ടും അതേ ഒരു നീർച്ചാലാണെന്ന് തോന്നുന്നു. ഇവിടെ ഇവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഇറങ്ങി കണ്ടിട്ട് വരാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളാ പറഞ്ഞ 3 ഗ്രാമങ്ങളെ എല്ലാം വ്യൂ ആണ് കേട്ടോ. നമ്മളിതേ ആ മലയെല്ലാം ചുറ്റിയാണ് അവിടെ വന്നേക്കുന്നത്. ഇവിടെ ഒരു ചേട്ടൻ നല്ല കിടിലുണ്ട്, കാളകളെ കുളിക്കുന്നുണ്ട്, ചില്ലിക്കെട്ട് കാള പോലിരിക്കുന്നു, കൊമ്പിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുടെ കൃഷി സ്ഥലങ്ങളുണ്ടോ. ഈ മല ഇങ്ങനെ ചെത്തി തട്ടായിട്ട് ഇങ്ങനെ ഒരുക്കി അവിടെയാണ് കേട്ടോ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവർ കൃഷി സ്ഥലത്ത് നിലകൊഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാളകളാണ് കേട്ടോ. കിടിലുണ്ട് കാളകൾ. അതിനെ കുളിപ്പിച്ചോണ്ടിരിക്കുക ചൂടായതുകൊണ്ട്. അതിൻ്റെ കൊമ്പ് നോക്കിയ സൈസ്. എൻ്റെ കൊമ്പൊക്കെ ഞാൻ പെയിന്റ് അടിച്ചിരിക്കീങ്ക ഭംഗിക്ക. ആ ആ தைப்பொங்கல். ആ ഓ ഹോ ഹോ. ആ മാടിനെ ഡെക്കറേഷൻ പണ്ണു. ആ ഹാ ഓ ഹോ ഹോ. ஜல்லிக்கட்டு கேள்விப்பட்டிருக்கேன். ஜல்லிக்கட்டு காலை அதுக்கு கொண்டு விடும். ஆஹா. இங்க ஜல்லிக்கட்டு நடக்கும்? லோக்கலா? ഓ ഹോ 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 ഹോ. ജല്ലിക്കെട്ട് കാള കേട്ടോ. ഇവിടെ തൈപ്പൂയം അല്ലേ? തൈപ്പൊങ്കൽ. ആ ഇവിടെ ജനുവരിയിലെ തൈപ്പൊങ്കൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നടക്കുമ്പോഴത്തേക്ക് ജല്ലിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അതിനുവേണ്ടി ഇറക്കുന്ന കാളയാണ്. നല്ല കിട്ടിലുണ്ട് സാധനം. അന്ന് ഇവർ ഈ പെയിന്റിന് ഇതേ ഡെക്കറേറ്റ് ചെയ്ത് ഇറക്കുന്നത്. അന്നേരം അടിക്കുന്ന കേട്ടോ കൊമ്പിൽ ഈ പെയിന്റ്. മൊത്തം വെളുത്തുള്ളി കൃഷി കേട്ടോ. പൂണ്ടി നെക്സ്റ്റ് സീസൺ ക്യാരറ്റ്. ആമാ ക്യാരറ്റും വെള്ളുള്ളി മട്ടുന്താ. ഉരുളക്കിഴങ്ങ് എന്താ സീസണിലെ ഇല്ല. ആഹാ ക്യാരറ്റ് ഇപ്പോൾ വെളുത്തുള്ളി കേട്ടോ കറൻറ്റ്ലി. വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ്, അത് കഴിഞ്ഞിട്ട് കിഴങ്ങ്. ഇങ്ങനെയാണ് ഇവിടെ സീസണിൽ കൃഷി പോകുന്നത്. ഇതിങ്ങനെ തട്ടായിട്ട് ചെത്തിതേ അടിപൊളി കേട്ടോ. അവിടെ ഇരുന്ന് കുറച്ച് പേര് ഫുഡൊക്കെ കഴിക്കുന്നതാണ്. അമ്മമാരെ അടിപൊളി. ഈ അണ്ണൻ ഇവിടെ ഇവരെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് റോഡ് ഭയങ്കര ഇടുങ്ങിയതായി കേട്ടോ. കഷ്ടി ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. വേറെ ഓപ്പോസിറ്റ് വലിയ വണ്ടിയൊക്കെ വന്നാൽ നമ്മൾ പെടും. അമ്മാതിരി ചെറിയ റോഡായി കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ റിവേഴ്സ് എടുത്തും കാർഡ് ഇതുപോലുള്ള സൈഡാക്കി കേട്ടോ വണ്ടി ഒതുക്കി കൊടുക്കുന്നത്. മോനടിച്ച് പോകാനുള്ള സൈൻസ് എല്ലായിടത്തും ഇങ്ങനെ കൊടുത്തേക്കുക. കാരണം ഈ വളവും കാടും ചെറിയ റോഡും ആയതുകൊണ്ട് വണ്ടികളൊന്നും വരുന്ന കാണാനും പറ്റത്തില്ല, നമുക്ക് അറിയാനും പറ്റത്തില്ല.
എന്ന് പറയുന്ന വില്ലേജ് എത്തി കേട്ടോ. ഇവിടുന്ന് ക്ലാവരയ്ക്ക് 3 കിലോമീറ്റർ, പ്ലൂളൂരിന് 2 കിലോമീറ്റർ. വില്ലേജിലേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വന്ന ഗ്രാമങ്ങളുടെ എല്ലാം വ്യൂ അവിടെ നിന്ന് കാണാൻ കേട്ടോ. അതെല്ലാം നമ്മൾ പാസ് ചെയ്ത് വന്ന ഗ്രാമങ്ങളാണ് കാണുന്നത്. ഇതാ അവിടെ നോക്കി ആ ഗ്രാമം, ഇവിടെ നാട്ടാമ്പട്ടി, അവിടുന്ന് നമ്മളതെല്ലാം പാസ് ചെയ്ത് ഫൈനലി ഞങ്ങൾ ക്ലാവരയിലെത്തി കേട്ടോ. ക്ലാവര, ദ ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ. നമ്മൾ വില്ലേജിനകത്തൂടെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അതെ, ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നോക്കിയേ, ഇതുപോലെ ഇങ്ങനെ കൊച്ചു വീടുകളാട്ടോ. നമ്മുടെ മൂന്നാറിലൊക്കെ എസ്റ്റേറ്റിലൊക്കെ ഉള്ള ലയങ്ങൾ പോലെ അടുപ്പിച്ച് നമ്മളങ്ങനെ ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാലിലെത്തി കേട്ടോ. നമ്മൾ ഇത്രയും നേരവും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആ റോഡ് ഇതാ ഇവിടെ വന്ന് എൻഡ് ചെയ്തു. ഇവിടെ നമ്മളെ ചെറുക്കനെ ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് വില്ലേജ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ വില്ലേജിലെ വീടുകളൊക്കെ ഇങ്ങനെ കേട്ടോ, കൊച്ചു വീടുകൾ ഇങ്ങനെ തരുന്നത്. നമ്മുടെ മൂന്നാറിലൊക്കെ ലയങ്ങളില്ലേ എസ്റ്റേറ്റിലേക്ക്, അതുപോലെ കേട്ടോ വീടുകളെല്ലാം ഇരിക്കുന്നത്. ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാലിലെ അവസാന ഗ്രാമം ക്ലാവര കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോവാട്ടോ. ഈ വന്ന റോഡ് തന്നെ ഒറ്റ റോഡേ ഉള്ളൂ. ഈ വന്ന റോഡ് തന്നെ 46 കിലോമീറ്റേഴ്സ് നമുക്ക് റിട്ടേൺ ഡ്രൈവ് ചെയ്ത് പോകണം കൊടൈക്കനാൽ എത്താൻ. 46 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കൊടൈക്കനാലിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, തിരിച്ച് കൊടൈക്കനാൽ ടൗണിലോട്ട് പോവാം.